നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അതിജീവിതയ്ക്ക് ഐക്യദാർഢ്യവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ലവ് യു ടു മൂൺ ആൻഡ് ബാക്ക് എന്നെഴുതിയ ചായക്കപ്പ് കഴിഞ്ഞ ദിവസം സമരവേദിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉയർത്തിയപ്പോൾ അത് അതിജീവിതയ്ക്കുള്ള ഐക്യദാർഢ്യം എന്ന സന്ദേശവും കൂടി ജനങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം സത്യഗ്രഹ സമരം നടന്നിരുന്നു. കേന്ദ്ര നയങ്ങൾക്കെതിരെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സത്യഗ്രഹ സമരം നടന്നിരുന്നു. ആ സമരവേദിയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചായ കുടിച്ച കപ്പ് വളരെയധികം ശ്രദ്ധേയമാകുന്നത്. ലവ് യു ടു മൂൺ ആൻഡ് ബാക്ക് എന്നെഴുതിയ കപ്പായിരുന്നു മുഖ്യമന്ത്രി, ആ കപ്പിലായിരുന്നു മുഖ്യമന്ത്രി ചായ കുടിച്ചത്. അതായത് ലവ് യു ടു മൂൺ ആൻഡ് ബാക്ക് എന്ന ആ വാക്കുകൾ, അതായത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയതിന് തൊട്ട് പിന്നാലെ ഈ കേസിലെ ആദ്യ പരാതിക്കാരി, ആദ്യത്തെ അതിജീവിത, അവർ ഫേസ്ബുക്കിൽ കുറിച്ച കുറിപ്പിൽ ലവ് യു ടു മൂൺ ആൻഡ് ബാക്ക് എന്ന വാക്കുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ കയ്യിലെ ചായക്കപ്പിലെ ആ വാക്കുകൾ അത് അതിജീവിതയ്ക്കുള്ള ഐക്യദാർഢ്യമായി തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. കേന്ദ്ര സർക്കാരിനെതിരായ LDF സത്യഗ്രഹ വേദിയിലാണ് മുഖ്യമന്ത്രി ഈ കപ്പ് എടുത്ത് പിടിച്ചത്. മാത്രമല്ല, അദ്ദേഹം ഈ കപ്പ് ഉയർത്തിയതിന് തൊട്ട് പിന്നാലെ അതിജീവിത ഫേസ്ബുക്കിൽ കുറിച്ചു, ഇത് തനിക്കുള്ള ഐക്യദാർഢ്യമാണ് ഈ ഒരു വാക്കുകൾ എന്ന ഒരു പോസ്റ്റ് ഈ സാമൂഹ്യ മാധ്യമങ്ങൾ അതിജീവിത പങ്കുവയ്ക്കുകയുണ്ടായി. ആ കപ്പിലെ വാചകങ്ങൾക്ക് എൻ്റെ ഉള്ളിൽ നിന്ന് അടർത്തി മാറ്റപ്പെട്ട ജീവൻ്റെ തുടിപ്പുണ്ട് എന്നായിരുന്നു അതിജീവിതയുടെ പ്രതികരണം ഫേസ്ബുക്കിൽ ഈ മുഖ്യമന്ത്രിയുടെ ഫോട്ടോ പങ്കുവെച്ചുകൊണ്ട് തന്നെ. രാഹുൽ മാങ്കൂട്ടത്തിലെ അറസ്റ്റിലേക്ക് നയിച്ച പരാതിക്കാരിക്കുള്ള ഐക്യദാർഢ്യമാണ് ഇതെന്നാണ് കരുതുന്നത്. രാഹുലിൻ്റെ അറസ്റ്റിന് ശേഷം പരാതിക്കാരി ഫേസ്ബുക്കിലിട്ട കുറിപ്പിൽ ഈ വാചകം ഉപയോഗിച്ചിരുന്നു. അതേ വാചകം എഴുതിയ കപ്പിലാണ് മുഖ്യമന്ത്രി ചായ കുടിച്ചത്. അത് അതിജീവിതയ്ക്കുള്ള ഐക്യദാർഢ്യമായി തന്നെ വിലയിരുത്തപ്പെടുകയാണ്. മുഖ്യമന്ത്രി കപ്പിൽ ചായ കുടിക്കുന്ന ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ കഴിഞ്ഞ ദിവസം വൈറലായി. ഈ കപ്പിലെ വാചകങ്ങൾക്ക് എൻ്റെ ഉള്ളിൽ നിന്ന് അടർത്തി മാറ്റപ്പെട്ട ജീവന്റെ തുടിപ്പുണ്ടെന്നും അതിജീവിത സമൂഹ മാധ്യമത്തിൽ ഫോട്ടോ സഹിതം പങ്കിടുക കൂടി ചെയ്തതോടെ അതിൻ്റെ ഗതിവേഗം വർദ്ധിക്കുകയായിരുന്നു. കേരളത്തിന്റെ കാവൽക്കാരൻ എന്നും ആക്രമിക്കപ്പെടുകയും വേട്ടയാടപ്പെടുകയും ചെയ്യുന്ന സ്ത്രീകൾക്ക് ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് വരാൻ കഴിയുന്ന ഉൾക്കരുത്തിന്റെ പേരാണ് പിണറായി വിജയൻ എന്നും ജനങ്ങൾ ഫേസ്ബുക്കിൽ കമന്റുകളിലൂടെ കുറിക്കുകയുണ്ടായി. രാഹുൽ മാങ്കൂട്ടത്തിലെ അറസ്റ്റിനു പിന്നാലെ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റിലാണ് അതിജീവിതയുടെ ഈ വാക്കുകൾ ഉണ്ടായിരുന്നത്. അതായത് ആ അതിജീവിത അന്ന് പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റ് ഇംഗ്ലീഷിലായിരുന്നു. അതിൻ്റെ മലയാള തർജിമ ഇപ്രകാരമാണ്: ഇരുട്ടിൽ എന്താണ് സംഭവിച്ചതെന്ന് നീ കണ്ടു, ലോകത്തിൻ്റെ ഒരു കോണിലേക്കും എത്താത്ത നിലവിളികൾ നീ കേട്ടു. ദൈവമേ, സഹിക്കാൻ കഴിയാത്ത വേദനയും വഞ്ചനയും നേരിട്ടിട്ടും ഞങ്ങൾക്ക് നിലനിൽക്കാൻ ധൈര്യം നൽകുന്നതിന് നിനക്ക് നന്ദി. ഇരുട്ടിൽ എന്താണ് സംഭവിച്ചതെന്ന് നീ കണ്ടു, ലോകത്തിൻ്റെ ഒരു കോണിലേക്കും എത്താത്ത നിലവിളികൾ നീ കേട്ടു. ഞങ്ങളുടെ ശരീരത്തെ കടന്നാക്രമിച്ചപ്പോൾ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ബലപ്രയോഗത്തിലൂടെ അടർത്തു മാറ്റിയപ്പോഴും നീ താങ്ങായി നിന്നു. ഞങ്ങളുടെ മാലാഖ കുഞ്ഞുങ്ങൾ സ്വർഗത്തിൽ നിന്ന് ക്ഷമിക്കട്ടെ, പ്രത്യേകിച്ച് ഒട്ടും അനുയോജ്യനല്ലാത്ത തെറ്റായ വ്യക്തിയെ കുഞ്ഞിന്റെ പിതാവാകാൻ തിരഞ്ഞെടുത്തതിന്. അവരുടെ ആത്മാക്കൾ ശാന്തമായി വിശ്രമിക്കട്ടെ. സംരക്ഷിക്കാൻ പരാജയപ്പെട്ട ഒരു ലോകത്തിൽ നിന്ന് യാത്രയായി അക്രമത്തിൽ നിന്ന് മുക്തമായ, ഭയത്തിൽ നിന്ന് മുക്തമായ ഒരിടത്താണ് അവരുള്ളത്. ഞങ്ങളുടെ കണ്ണുനീർ കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ അവരോട് ഇങ്ങനെ പറയുക: അമ്മ ഒരിക്കലും നിങ്ങളെ മറന്നിട്ടില്ല. നിങ്ങളുടെ അസ്തിത്വം പ്രധാനമാണ്, നിങ്ങളുടെ ആത്മാവ് പ്രധാനമാണ്. നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ അമ്മമാർ നിങ്ങളെ ഹൃദയത്തിലേറ്റിക്കൊണ്ടിരിക്കും എന്നായിരുന്നു അതിജീവിത ഫേസ്ബുക്കിൽ കുറിച്ചത്. അതേ വാക്കുകൾ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ ചായക്കപ്പിലും വന്നതോടെ അത് അതിജീവിതയ്ക്കുള്ള ഐക്യദാർഢ്യമായി മാറി. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആദ്യ പീഡനക്കേസിലെ പരാതിക്കാരിയെ സാമൂഹ്യ മാധ്യമത്തിലൂടെ അപമാനിച്ച കേസിലെ ജാമ്യം റദ്ദാക്കാൻ തിരുവനന്തപുരം CJM കോടതിയിൽ ഹർജി നൽകിയ അന്വേഷണ സംഘത്തിന്റെ നടപടിക്കെതിരെ ആഞ്ഞടിച്ച് രാഹുൽ ഈശ്വർ. ജാമ്യം കിട്ടിയ പുറത്തിറങ്ങിയ ശേഷവും രാഹുൽ ഈശ്വർ വീണ്ടും അതിജീവിതയെ സാമൂഹ്യ മാധ്യമത്തിലൂടെ അപമാനിച്ചെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അന്വേഷണ സംഘം ഹർജി നൽകിയത്. ജനുവരി 19 ഹാജരാകണമെന്ന കോടതിയുടെ നോട്ടീസ് ഇപ്പോൾ വന്നിട്ടുണ്ടോ എന്ന് അറിയില്ലെന്നും തന്റെ ജാമ്യം റദ്ദാക്കാൻ പോലീസ് നിസ്സാര കാരണങ്ങൾ നിരത്തുകയാണെന്നും തിരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ അനാവശ്യമായി ജയിലിലിട്ടുവെന്നും രാഹുൽ ഈശ്വർ പറഞ്ഞു. പുരുഷ കമ്മീഷനെ പല രാഷ്ട്രീയ നേതാക്കളും പരസ്യമായി പിന്തുണയ്ക്കാത്തത് മാധ്യമങ്ങൾ സ്ത്രീ വിരുദ്ധർ എന്ന് പറയുമോ എന്ന് ഭയന്നിട്ടാണെന്നും രാഹുൽ ഈശ്വർ ആരോപിച്ചു. തനിക്കെതിരെ പരാതി നൽകിയ അതിജീവിതയ്ക്കെതിരെ താനും പരാതി നൽകിയിട്ടുണ്ട്. തനിക്കെതിരെ നിരന്തരം പരാതി നൽകി സ്വൈര്യ ജീവിതം നശിപ്പിക്കുകയാണ് പരാതിക്കാരിയെന്നും രാഹുൽ ഈശ്വർ ആരോപിച്ചു. അതിജീവിത ഗൂഢാലോചന നടത്തിയെങ്കിൽ അന്വേഷിക്കണം. 10-ാം തീയതി ശ്രീകാര്യം പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയിൽ ഇതുവരെ പോലീസ് നടപടി എടുത്തിട്ടില്ല എന്നും
രാഹുൽ ഈശ്വർ ആരോപിച്ചു. രാഹുൽ മങ്കൂട്ടത്തിലെ അറസ്റ്റിലേക്ക് നയിച്ച 3ാം പീഡന പരാതിയിലും രാഹുൽ ഈശ്വർ സംശയം ഉന്നയിച്ചു. മുഖത്തടിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്ത ശേഷം ആരെങ്കിലും ഫ്ലാറ്റ് വാങ്ങാൻ സഹായിക്കുമോ എന്നായിരുന്നു രാഹുൽ ഈശ്വറിന്റെ ചോദ്യം. പീഡനം നടന്ന ശേഷം അയാളുമായി സംഭാഷണം നടത്തി 2 ബെഡ്റൂം ഫ്ലാറ്റ് വേണോ അതോ 3 ബെഡ്റൂം ഫ്ലാറ്റ് വേണോ എന്ന് ചോദിക്കുമോ എന്നും രാഹുൽ ഈശ്വർ ചോദിച്ചു. ആദ്യ പരാതിക്കാരുടെ ഭർത്താവ് തന്നെ പിന്തുണച്ചുകൊണ്ട് വീഡിയോ ചെയ്തിരുന്നു. ഗൂഢാലോചനയെന്ന് പറയുമോ എന്ന് ഭയന്ന് ആ വീഡിയോയ്ക്ക് താൻ ലൈക്ക് പോലും ചെയ്തില്ലെന്നും പരാതികളെല്ലാം മുഖ്യമന്ത്രിക്കാണ് നൽകുന്നതെന്നും എല്ലാം പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടിയാണെന്നും രാഹുൽ ഈശ്വർ ആരോപിച്ചു. രാഹുൽ കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞാൽ ആരും സപ്പോർട്ട് ചെയ്യില്ലെന്നും എന്നാൽ അത്തരത്തിലുള്ള പരാതി ആർക്കെതിരെയും ഉണ്ടാക്കാൻ കഴിയുമെന്നും രാഹുൽ ഈശ്വറിന്റെ ആരോപണം. 2ാമത്തെ പരാതിയിൽ കോടതി സംശയം പ്രകടിപ്പിച്ചു. ആദ്യത്തെ പരാതി നിലനിൽക്കില്ല എന്ന് പറഞ്ഞു. 2 പരാതിയിലും പറയുന്ന കാര്യങ്ങൾ ഒന്നിച്ചാക്കി സാമ്പത്തിക ചൂഷണം കൂടി ചേർത്ത് പുതിയൊരു പരാതിയാക്കി. പോലീസിനെ ദുരുപയോഗം ചെയ്യാനാണെങ്കിൽ എല്ലാ സംസ്ഥാനത്തും അത് സാധ്യമാണ്. തിരഞ്ഞെടുപ്പിന് മുമ്പ് രാഹുൽ മങ്കൂട്ടത്തിനെതിരെ ഒരു പോക്സോ കൂടി വരുമെന്ന് തനിക്ക് സംശയമുണ്ട് എന്നും രാഹുൽ ഈശ്വർ പറഞ്ഞു. രാഹുൽ കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞാൽ ആരും സപ്പോർട്ട് ചെയ്യില്ലെന്നും ഇത്തരത്തിലുള്ള പരാതിയൊക്കെ ആർക്കും ഉണ്ടാക്കാൻ കഴിയുമെന്നും പെൺകുട്ടി ആരാണെന്ന് പുറത്ത് പറയാൻ പറ്റില്ല. ഭ്രൂണത്തിന്റെ തെളിവുണ്ടെന്ന് പറയുന്നു. ശരിയാണോ എന്ന് അറിയില്ല. രാഹുലിനെ കുടിക്കിയതാണോ എന്ന് അറിയില്ലെന്നും നാളെ മറ്റു പാർട്ടിയിലെ നേതാക്കൾക്കെതിരെയും ഇത്തരം പരാതി വരാമെന്നുമാണ് രാഹുൽ ഈശ്വർ വാദിക്കുന്നത്. അതേസമയം നേരത്തെ രാഹുൽ മങ്കൂട്ടത്തിനെ അനുകൂലിച്ച് യുവതി അധിക്ഷേപിച്ച് വീഡിയോകൾ ചിത്രീകരിച്ച് പ്രചരിപ്പിച്ചതിന് രാഹുൽ ഈശ്വറിനെതിരെ സൈബർ പോലീസ് കേസെടുത്തിരുന്നു. രാഹുൽ ഈശ്വർ കേസുമായി ബന്ധപ്പെട്ട് 3 ആഴ്ച റിമാൻഡിലായിരുന്നു. പിന്നീട് കർശന ഉപാധികളോടെയാണ് തിരുവനന്തപുരം സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചത്. രാഹുൽ മങ്കൂട്ടത്തിനെതിരെ പീഡന പരാതി നൽകിയ യുവതിയെ സൈബർ ഇടങ്ങളിൽ അധിക്ഷേപിച്ച രാഹുൽ ഈശ്വറിന് കോടതി പിന്നീട് നോട്ടീസ് അയക്കേണ്ടായി. രാഹുൽ ഈശ്വർ ജാമ്യ വ്യവസ്ഥ ലംഘിച്ചെന്ന് ചൂണ്ടിക്കാട്ടി പ്രോസിക്യൂഷൻ സമർപ്പിച്ച ഹർജിയിലാണ് തിരുവനന്തപുരം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി നോട്ടീസ് അയച്ചത്. ഈ മാസം 19-ന് രാഹുലോ അഭിഭാഷകനോ ഹാജരാകണമെന്നും ജാമ്യം റദ്ദാക്കാതിരിക്കാനുള്ള കാരണം ബോധിപ്പിക്കണമെന്നുമാണ് നോട്ടീസിൽ പറയുന്നത്. അതേസമയം രാഹുൽ മങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ പരാതി നൽകിയ യുവതിയെ സൈബർ ഇടങ്ങളിൽ അധിക്ഷേപിച്ച കേസിൽ അറസ്റ്റിലായ രാഹുൽ ഈശ്വറിന് ഡിസംബർ 15-നാണ് കോടതി ജാമ്യം അനുവദിച്ചത്. ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയാണ് അറസ്റ്റ് ചെയ്തിരുന്നത്. 16 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷമായിരുന്നു ജാമ്യം. ഇതിനു പിന്നാലെയാണ് യുവതി അധിക്ഷേപിച്ച് രാഹുൽ ഈശ്വർ വീണ്ടും തന്റെ യൂട്യൂബ് ചാനലിൽ വീഡിയോ പങ്കുവച്ചത്. സത്യത്തിൽ ആ യുവതിയുടെ ഭർത്താവല്ലേ ഇര, അയാളുടെ സമ്പത്തും ജീവിതവുമല്ലേ തകർന്നത്. ആ ചെറുപ്പക്കാരനോടൊപ്പമാണ് എല്ലാവരും നിൽക്കേണ്ടത്. ഞാൻ രാഹുൽ മങ്കൂട്ടത്തിനെ പിന്തുണച്ചു, അതിനേക്കാൾ ഉപരി ആ ചെറുപ്പക്കാരനോടൊപ്പം നിൽക്കുന്നു എന്നതടക്കമുള്ള പ്രതികരണമായിരുന്നു രാഹുൽ ഈശ്വറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.